കണ്ണുകൊണ്ട് കണ്ടാലും കാതുകൊണ്ട് കേട്ടാലും വിശ്വസിക്കാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുന്നില്ല. ബന്ധമേ വേണ്ടാന്ന് വയ്ക്കുക. കാരണം അവിടെ നമ്മൾ ഒരുപാട് കാരണങ്ങൾ നിരത്തേണ്ടി വരും. നമ്മളെ തന്നെ നമ്മൾ ഈ ബലി കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ, ആത്മാഭിമാനം പണയം വെച്ചിട്ട് ബലി കൊടുക്കേണ്ടി വരും. അങ്ങനെയായിപ്പോൾ കാരണം നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത, നമ്മൾ നിത്യേനെ കാണുന്നു, നിത്യേനെ നമ്മൾ പറയുന്നത് കേൾക്കുന്നു, എന്നിട്ടും ഒരു വിശ്വാസം വരാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകളാണെങ്കിൽ കൂടെയുള്ളതെങ്കിൽ അവരെ ഒഴിവാക്കുകയാണ് നല്ലത്. എന്താ അതല്ലേ? അല്ലെങ്കിൽ സമാധാനക്കേടാർക്കാം? നമുക്ക് തന്നെ. അങ്ങനെയല്ലേ? പറയുന്നത് ശരിയല്ലേ? ശരിയാണോ തെറ്റാണോ? അല്ലേ? സമാധാനമില്ലാത്ത ഒരു ബന്ധത്തിലും നമുക്ക് അടിച്ചു തൂങ്ങി നിൽക്കുകയേ ചെയ്യരുത്. ഇന്നൊരു വീഡിയോ ഇടാൻ വൈകിപ്പോയി. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാൻ നേരം കിട്ടിയിരുത്. രാവിലെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. ഇപ്പോൾ വന്ന ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ വന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് വരുമ്പോൾ ലേറ്റാവും. എന്നിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ തന്നെ എല്ലാവരും വിളിച്ചോട്ടെ. ഇതിൽ സഹോദരനും ഒക്കെ കാണും, അച്ഛനമ്മമാർ കാണും. എന്നിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ, അത് ലോങ് വീഡിയോ ആണോ ഷോർട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും പോസ്റ്റ് ചെയ്തിരുന്ന് കാണുക കേട്ടോ. അതൊരു റിയൽ ലൈഫിൻ്റെ കഥയാണ്. റിയൽ ലൈഫ്. ഞാൻ കഥാപാത്രങ്ങളെ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചിട്ടാട്ടോ. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വരികയാണെങ്കിൽ ഞാൻ എല്ലാ കഥാപാത്രങ്ങളുടെ പേരുൾപ്പെടെ ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ തൽക്കാലം അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇത്. ഞാൻ നേരിട്ട് കണ്ട ഒരു കുടുംബത്തിൻ്റെ നേരിട്ട് എൻ്റെ ഈ കണ്ണുകൾ കള്ളം പറയാറില്ല. മായാജാലം എന്നൊക്കെ പറയുമെങ്കിൽ നമ്മുടെ കണ്ണുകൾ കള്ളം പറയാറുണ്ട്. നേരിട്ട് അറിഞ്ഞതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വളരെ കൂടുതലായിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല. ഇതിനേക്കാളും ക്രൂരതയാണ്. ഓക്കെ, പോകെ കാണാം നമുക്ക്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് അറിയിക്കണം കേട്ടോ. ഇല്ലേ? എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്നുള്ള ധൈര്യത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നു. ശ്രീ ചാനൽ എല്ലാവരും ഓർത്തു വയ്ക്കുക കേട്ടല്ലോ. മുന്നോട്ടുള്ള പാത വിജയപാത. ഓക്കെ, ബൈ ബൈ, ശുഭദിനം.